അപ്പോൾ അടിപൊളിയായിട്ടൊരു ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി 1 കിലോ ചെമ്മീനാണ്. അതിലേക്ക് ഒരു 3 മുരിങ്ങക്കായ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, ചെറുള്ളി, തക്കാളി അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് കുടംപുളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അത് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട നാളികേരം വറുത്തെടുക്കാം. അപ്പോൾ നമ്മളെടുത്തത് 1.5 മുറി നാളികേരം വറുക്കാനെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് അപ്പോൾ ഇതെല്ലാം നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനും പച്ചക്കറിയെല്ലാം നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റായിട്ട് നമ്മളത് അരച്ചെടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ നമ്മളത് ആ ജാറ് കഴുകി അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് അരിപ്പൊടി കൂടെ ചേർത്ത് അതും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായി വന്നിട്ട് നമ്മുടെ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ നമുക്ക് അതിലേക്ക് താളിപ്പ് കൊടുക്കാം. താളിപ്പ് കൊടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായി വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളിയും കുറച്ച് വേപ്പലയും മൂപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. അവിടെ കറിയുടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ഒരു കറിയാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.